ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് എങ്ങനെയാണ് പിടിപ്പിക്കുക എന്നുള്ളതിൻ്റെ നമ്മളൊരു ഡെമോയാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഓരോ ഭാഗങ്ങളായിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ആദ്യമായി അതിൻ്റെ വാളിലുള്ള അതിൻ്റെ പൊസിഷൻസൊക്കെ എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത്, അതിൻ്റെ ലെവലൊക്കെ എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത്, അതെല്ലാം കാണിക്കുന്നു. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ആ ടാങ്ക് ഫിക്സ് ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ ബ്രിക്ക് വർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കുന്നു. അത് കഴിഞ്ഞ് പ്ലാസ്റ്റർ ചെയ്ത് അത് ഫിനിഷ് ചെയ്ത് കാണിക്കുന്ന ഒരു വീഡിയോയാണ് കാണുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിൻ്റെ വർക്ക് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ നമ്മൾ ആദ്യം കോർ കട്ട് ചെയ്ത് സ്ലീവുകളെല്ലാം വെക്കും. സ്പൗട്ട്, ഡ്രെയിൻ, ഗ്രേറ്റിങ്സ്, EWC, വാഷ് ബേസൻ, അതുപോലെ തന്നെ വെർട്ടിക്കൽ കൺസീൽഡ് വെർട്ടിക്കലിന് ഹോട്ട് വാട്ടർ, കോൾഡ് വാട്ടർ ഇതെല്ലാം. അതിന് മുമ്പായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലെവൽസ് മാർക്ക് ചെയ്യും. ഇതാണ് നമ്മുടെ ടാങ്കിൻ്റെ ലെവല്. ടാങ്കിൻ്റെ 120 ലെവൽ, FFL 120 ലെവലാണ് നോർമലി നമ്മൾ കൺസീൽഡ് ടാങ്കിൻ്റെ ലെവൽ കൊടുക്കുക. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കൺസീൽഡ് ടാങ്ക് വരിക. അപ്പോൾ ഈ മാർക്കിങ് കഴിഞ്ഞ് ഇതിൻ്റെ മെയിൻ ഇപ്പോൾ ലൈനെല്ലാം ചേസ് ചെയ്ത് കഴിയുമ്പോഴാണ്, ഇതുപോലെ എല്ലാം ചേസ് ചെയ്ത് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ കൺസീൽഡ് ടാങ്ക് വെക്കുക. അപ്പോൾ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് വാട്ടർ പ്രൂഫിങ്. ഇനി വാട്ടർ പ്രൂഫിങ് കഴിഞ്ഞാണ് നമ്മൾ ബാക്കിയുള്ള വർക്കിലേക്ക് പോകുക. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തിടണം. അതാണ് ആദ്യം ലെവൽസ്. ടോയ്ലറ്റിൽ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യുന്നതാണ്. വാട്ടർ പ്രൂഫ് ചെയ്തതിന് ശേഷമാണ് ടാങ്ക് ഫിറ്റ് ചെയ്യുന്നത്. നമ്മൾ പോണ്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതിപ്പോൾ ഫൈനൽ കോട്ട് അടിക്കുകയാണ്. ഫസ്റ്റ് കോട്ട് അടിച്ചു, സെക്കൻഡ് കോട്ട് അടിച്ചു, ടോപ്പ് കോട്ട് 2K കോമ്പൗണ്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വർക്കിന് നമ്മൾ ലെവൽ മാർക്ക് ചെയ്തു. എഡ്ജ് വാളിൻ്റെ 1.2 ലെവൽ FFL മാർക്ക് ചെയ്തു. അതിനുശേഷം പിന്നെ സ്ലീവ്സൊക്കെ വെച്ചിട്ടുണ്ട്. ആ സ്ലീവ്സിനെ നമ്മൾ മാറ്റിയിട്ട് ഇതേപോലെ കൺസീൽഡ് ടാങ്കിൻ്റെ കണക്ടറും കപ്ലറും ഒക്കെ വെച്ചിട്ട് ഇതേപോലെ നമ്മൾ ആങ്കർ ഫാസ്റ്റനർ, ഇവിടെ ഇപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഗണ്ണാണ് ഉപയോഗിക്കുന്നത്. അതിന് പകരം നമ്മൾ പോറോത്തോം ബ്ലോക്ക് ആയതുകൊണ്ടാണ് ഈ ഫിഷർ ഉപയോഗിച്ചിരിക്കുന്നത്. എക്സ്പാൻഡഡ് ഫിഷറാണ് ഇത് ഫിക്സ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഗ്യാപ്പ് അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യാം. ഇനി ഇതിൻ്റെ പുറത്താണ് നമ്മളിപ്പോൾ ഇത് ഫ്ലഷ് ലൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കൺസീൽഡ് ലൈനിൻ്റെ താഴെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ കൊടുത്തിട്ട് മറ്റേ ഹെൽത്ത് ക്ലോസറ്റിനുണ്ടാകും. ഇതതിൻ്റെ ഔട്ട് താഴത്തേക്കുള്ളത്, മറ്റേത് ക്ലോസറ്റിലേക്കുള്ള ലൈൻ. ഇതേപോലെ ടാങ്ക് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബ്രിക്ക് വർക്ക് ചെയ്ത് പ്ലാസ്റ്ററിങ് ചെയ്ത് ടാങ്ക് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ബ്ലോക്ക് കെട്ടി നമ്മൾ അതിൻ്റെ ക്ലോസറ്റ് പിടിപ്പിക്കാനുള്ള പോർഷൻ, അതിൻ്റെ ഹെൽത്ത് ക്ലോസറ്റ് പിടിപ്പിക്കാനുള്ള പോർഷൻ, ടാങ്കിലേക്കുള്ള കണക്ഷൻ ഇതെല്ലാം ക്ലിയർ ചെയ്തിട്ട് ടാങ്ക് പിടിപ്പിച്ചതിന് ശേഷം ഇതുപോലെ ബ്ലോക്ക് വർക്ക് ചെയ്ത് ക്ലിയർ ചെയ്യണം. ഇതാണ് ഇവിടുത്തെ ഈ ലെഡ്ജ് വാൾ പ്ലാസ്റ്റർ ചെയ്യുകയാണ്. ലെഡ്ജ് വാൾ പ്ലാസ്റ്റർ ചെയ്ത് ബ്ലോക്ക് വർക്കിന് ശേഷം നമ്മൾ ഇതുപോലെ 1:3 പ്രൊപ്പോർഷൻ്റെ അകത്ത് നമ്മൾ ഇഷ്ടിക കെട്ടിയതിന് ശേഷം പ്ലാസ്റ്റർ ചെയ്യണം. പ്ലാസ്റ്റർ ചെയ്ത് ഫിനിഷ് ചെയ്ത് റഫാക്കി നമ്മൾ നിർത്തുകയാണ്. അതിൻ്റെ പുറത്താണ് നമ്മൾ ടൈലൊട്ടിക്കുക. അപ്പോൾ ആദ്യത്തെ പടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസീൽഡ് ടാങ്ക് മാർക്ക് ചെയ്യണം, കൺസീൽഡ് ടാങ്ക് ഫിക്സ് ചെയ്യണം. അത് ഇതിൻ്റെ മുമ്പിലുണ്ട്, നോക്കിയാൽ മനസ്സിലാവും. ഇതിപ്പോൾ പ്ലാസ്റ്ററിങ്ങിൻ്റെ സ്റ്റേജിലേക്ക് ഇറങ്ങി ഇതേപോലെ സ്മൂത്തായിട്ട് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതേപോലെ ഇരിക്കും. ഇപ്പോൾ ഇവിടെ ഇനിയുടെ നമ്മൾ EWC പിടിപ്പിക്കാനുള്ള പോർഷൻ, അതിൻ്റെ ടാങ്കിൻ്റെ സിസ്റ്ററിൻ്റെ മറ്റേ പ്ലേറ്റ്, ഫ്ലഷ് വെക്കാനുള്ള പ്ലേറ്റ്, ഹെൽത്ത് പോസറ്റിൻ്റെ ലൈൻ, ഇതെല്ലാം ഇവിടെ ഉണ്ട് സംഭവം. ഇപ്പോൾ ഇനിയാണ് ടൈലിങ്. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ടൈലിംഗ് ആണ്. ഫ്ലഷ് ലൈൻ ഉണ്ട്, ഇൻലെറ്റ് ഉണ്ട്, എല്ലാം ഇവിടെ ഉണ്ട്. അതിൻ്റെ സൈഡിൽ ബേസിനുണ്ട്. അടുത്ത വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം.